ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഫെബി. ഇന്നൊരു തിരക്ക് പിടിച്ച ദിവസമാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഫാബി മോനെ റൊട്ടീൻ ചെക്കപ്പിന് വേണ്ടി ഇന്നാണ് കേട്ടോ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ട ദിവസം. അപ്പോൾ ഒരു 7 മണിക്ക് ഞങ്ങൾ യാത്ര തുടങ്ങി കേട്ടോ. ഓക്കെ, വണ്ടിയിൽ കയറിയപ്പോഴേക്കും ഫാബി ഉറങ്ങാൻ തുടങ്ങി. പിന്നെ കുറേ ദൂരം പോയപ്പോൾ എൻ്റെ കൈ കടഞ്ഞപ്പോൾ അവന് ഞാൻ എന്ത് ചെയ്തു, ഉപ്പാൻ്റെ കയ്യിലേക്ക് കൊടുത്തു. പിന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. ഈ സമയമായതുകൊണ്ട് തന്നെ നല്ല മഞ്ഞ് ഇങ്ങനെ മാറി വരുന്നതേ ഉള്ളൂ. അപ്പോൾ കാഴ്ചകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് പാടം വഴിയൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അധികം ആസ്വദിച്ചിരിക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേനും പുള്ളിക്കാരൻ എഴുന്നേറ്റ് കരയാൻ തുടങ്ങി. പിന്നെ എൻ്റെ മടിയിൽ വെച്ച് ഞാൻ കുറച്ച് നേരം കൊഞ്ചിച്ചു. ഒരു രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ ഉപ്പേനെ എൻ്റെ അടുത്ത് വാങ്ങിച്ച് ഉപ്പ തന്നെ കളിപ്പിക്കാൻ തുടങ്ങിയിട്ടോ. ഉപ്പ കളിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ആളും നല്ല ഹാപ്പിയായി. അവന് നല്ല കുട്ടിയായിട്ട് കാഴ്ചകളൊക്കെ കണ്ടിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചാൽ അവനൊന്നില്ലെങ്കിൽ വണ്ടിയിലിരിക്കുമ്പോൾ കരയും അല്ലെങ്കിൽ കിടന്നുറങ്ങും. ഈ 2 സംഭവം ഇതുവരെ സംഭവിച്ചിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഹാപ്പിയായിട്ട് പുറത്തൊക്കെ നോക്കിയൊന്ന് ഇരിക്കുന്നത് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ചെറുതുരുത്തി എത്തിയപ്പോൾ നല്ല ട്രാഫിക് കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ ട്രാഫിക് കാണുന്നത്. സാധാരണ സ്മൂത്തായിട്ട് പോണ റോഡാണ്. ഇത് എന്ത് പറ്റിയെന്ന് ഞങ്ങൾക്കറിയില്ല. ഏകദേശം ഒരു 15 മിനിറ്റോളം പിടിച്ചിട്ടു കേട്ടോ. അത് കഴിഞ്ഞ് ഉത്രാളിക്കാവും ഓട്ടുപാറയൊക്കെ കഴിഞ്ഞ് വടക്കാഞ്ചേരി എത്തിയപ്പോൾ ഒരു സമാധാനമായി. ഇനിയിപ്പോൾ എത്താറായല്ലോ എന്ന് ഭയങ്കര സമാധാനമായി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2-3 മണിക്കൂർ എടുത്തിട്ടാണ് കേട്ടോ മെഡിക്കൽ കോളേജിലേക്ക് ഒന്ന് വരുന്നത്. പിന്നെ നമ്മുടെ റോഡൊക്കെ വളരെ നല്ലതായതുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാമല്ലോ. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ എത്തി. അനക്സോപ്പിലാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇവിടെ ഒരു സെമിനാർ നടക്കുന്നുണ്ട്. സെമിനാർ എന്താണെന്ന് വെച്ചാൽ നവജാത ശിശു വാരാഘോഷത്തിനെ സംബന്ധിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം സെമിനാറൊക്കെ ഒന്ന് കണ്ടക്ട് ചെയ്തപ്പോൾ എന്തായാലും അവർ നമ്മളോടൊന്ന് പറഞ്ഞു നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പീരിയൻസൊക്കെ മറ്റുള്ളവരോട് പറയുമെന്ന് പറയുമ്പോൾ അത് നമ്മൾ കടന്നു വന്ന വഴികൾ അത്രയും സ്ട്രഗിൾ ചെയ്തതായതുകൊണ്ട് തന്നെ എനിക്കത് ഷെയർ ചെയ്യുന്നത് അഭിമാനത്തോടു കൂടി തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുന്നത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. കാരണം നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ എക്സ്പീരിയൻസൊക്കെ ഷെയർ ചെയ്തപ്പോൾ അവരെനിക്കൊരു സ്നേഹ സമ്മാനം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് വളരെ വാല്യുബിളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് കടപ്പെട്ടവരാണ് അവർ. അതുപോലെ ഞാൻ ഇന്നും ഓർക്കുന്ന എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരുടെ കയ്യിൽ നിന്നും ചെറുതാണെങ്കിലും കിട്ടിയത് എനിക്ക് വലിയ സമ്മാനമാണ്. അപ്പോൾ ഓക്കെ.